കാര്യം പറയട്ടെ. ഞാനത് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങള്. ഈ നീലക്കോയിൽ എന്ന് പറഞ്ഞ ഈ തന്ത ഇല്ലാത്തവൻ, തന്തക്ക് വറക്കാത്തവൻ മേറിന്റെ അടുത്ത് പോയിട്ട് ഇവരെന്തല്ല പറയുന്നത്, വേറെ ഏതോ ലൊട്ടുണ്ട്, വേറെ ഏതോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പി പോലത്തെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് മലപ്പുറത്ത് വേറെ പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്ത് കുറച്ച് കാക്കമാറുണ്ട്. ഈ 2-3 ഉള്ളു ഇങ്ങനത്തെ. പാണ്ടിക്കാട് കുഞ്ഞാന്, പിന്നെ ഏതോ ശുക്കൂറിൻ നൗഷാദ് എന്നെല്ലാം പറഞ്ഞ ഏതോ 2-3 തന്തക്ക് വറക്കാത്തമാര് ഒരു നാണുമാനും ഇല്ലാണ്ട് വെറുതെ ഈ നീലക്കോയിലിൽ ഒന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഇവരൊരു പാവം പെണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം. പണ്ട് സൂപ്പറോ ഇപ്പൊ തൊപ്പി അടുത്ത ആരാ ഇങ്ങനത്തെ ലെവലിലുള്ള വർത്താനം, വറക്കാത്ത വർത്താനം. തന്തയില്ലാത്തവന്മാരെന്ന് ഞാൻ പറയും. ഞാൻ അനക്ക് ഒരു മടിയില്ല, ഞാൻ തെറി വിളിക്കും. ഞാൻ കാര്യം പറയാം, അടുത്ത തവണ ഇങ്ങനത്തെ പരിപാടി തെറി വിളിക്കും, തന്തൊക്കെ വിളിക്കും. നീല കണ്ട ഞാൻ കാര്യം പറയാല. ഒരുമാതിരി മറ്റടുത്ത വർത്താനം പറയുന്നത് അവിടെ പോയിട്ട് ആ പെണ്ണ് ഏതോ പബ്ലിക് ഇവന്റിന് എന്തിനാ പോയാ. അപ്പൊ ഈ നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ ജനിച്ച മുതല് തന്തയില്ലാണ്ട് ജനിച്ചൊരു നാറിയാന്നവന്. ഓൻ ആ പരിപാടി ചെയ്യും. അത് പോട്ടെ, വേറൊരു ഈ കാക്ക ഇറങ്ങിയിട്ടുണ്ട്. ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലെ ആരാന്നറിയില്ല, ഒരു ലൊട്ട ചങ്ങായി വന്നിട്ട് തൊപ്പി കല്യാണം നാണം ഉണ്ടാടാ. 2-3 മക്കളെ ഉപ്പയായിരിക്കില്ലടാ നീ. നാണവും മാനുണ്ടാടാ നാറി. എനിക്കല്ല പണിയെടുത്ത് ജീവിക്കണ പോയിട്ട് കണ്ട പെണ്ണുങ്ങളെ വേക്കുന്ന മറ്റേ ഇത് ഓളെ കല്യാണമായോ ഒക്കെ വിശേഷമായെന്ന് അറിയാൻ പറ്റോ നടക്കുന്നതല്ലോ. നാണം കെട്ടവന്മാര് അല്ല പിന്നെ ഓല ഇറങ്ങീന് ലോട്ട. ഇവരൊന്നും കാണാനും കിട്ടുന്നില്ല ചവിട്ട് കൊടുക്കലും ലോട്ടകള്. ഈ നീലക്കോയിൽ എന്ന് പറഞ്ഞ തന്തയില്ലാത്തതിന് നേരിട്ട് എനിക്ക് കിട്ടിയില്ല. ഇവനെനക്ക് നേരിട്ട് എനിക്ക് കിട്ടിയില്ല. അല്ല, നീലക്കോയിലിന്റെ ക്യാമറമാൻമാർ എനിക്ക് കിട്ടിയില്ല. അവന്റെ ഒരു മെയിൻ ചങ്ങായുണ്ട്, ഒരു മെയിൻ ശുക്കൂറ നൗഷാദ് അങ്ങനത്തെ ഒരു തെണ്ടിയുണ്ട്, ഒരു അയമ്. ഓനെന്റെ കൈമ കിട്ടൂടാ, ഓനെന്റെ കൈമ ഒരു ദിവസം കിട്ടും. ഓന്റെ മൊത്തക്ക് അടിക്കും, ഞാൻ ഉറപ്പായിട്ടും ഓനെന്റെ കൈ കിട്ടും. ഓനെന്റെ കൈ കിട്ടും. അല്ല ഓൾഡ് തൊപ്പീസ് ബാക്ക് അല്ല, ഞാൻ അങ്ങനത്തെ അറാം പറപ്പിലേക്ക് ഞാൻ പോകുന്നല്ല. പക്ഷെ ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് മോനെ. ഇത് മോശം, ഇത് പറഞ്ഞിട്ടില്ലേ മോശം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാര്യം പറയല. ഇത് ഇവര് ചെയ്യുന്നത് മോശം. ഒരുമാതിരി മറ്റടുത്ത പരിപാടി ബീച്ചിന് വേണ്ടി എന്തും ചെയ്യാമാ. എന്നിട്ട് പവർ വർക്ക് മതി. എല്ലാരും ഇതങ്ങനെ വിട്ടാൻ പറ്റൂല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതി എങ്ങനെ പോയി കഴിഞ്ഞാൽ നടക്കൂല. നീ പുറത്തിറങ്ങി പല കോപ്രായങ്ങളും അല്ലല്ല ജാസ്തി പറയുമ്പോ കുറച്ച് ഓവറാ. കുറച്ച് ഓവറാ. ആടിയിരിക്കും, എല്ലാവരും പോയിട്ട് ആടിയിരിക്കും. തൊപ്പിയ, ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി. സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഓൾറെഡി ഓൾ എന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു വീഡിയോ ആണത്. പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലടാ. പക്ഷെ നായിന്റെ മോനെ, എന്റെ തന്ത അല്ലട എന്റെ തന്ത മോനെ, വിചാരിച്ച നായിന്റെ മോനെ, ഇന്റെ മുട്ടുകാലം വറക്കൂല നായിന്റെ മോനെ. നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ ഊക്കാൻ വന്ന നായിന്റെ മോനെ, അടിച്ചിടന്റെ മൂന്നന്റെ പല്ല് ഞാൻ കൊയ്ക്കും. ജിന്നെ പറഞ്ഞുകൂടെങ്കിലേ എനിക്കൊരു പ്രശ്നമില്ലട നായെ. പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു, അത് ഈ ഷാജാൻ സഹിക്കൂല മോനെ. അന്റെ ബാക്കിലുള്ള നഴ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇജെന്താണ് നായ വിചാരിച്ചത്? ഞാൻ കിടന്ന് വിറക്കുന്നോ? ഒന്ന് പോടാ നായെ, അടിച്ചിടന്നെ മൂന്നന്റെ ചെയ്യിപ്പിക്കാൻ പറ്റും നായിന്റെ മോനെ. ഇജി കളിക്കണ്ട മോനെ, ഇജി കളിച്ച സ്ഥലം എനിക്ക് മാറിപ്പോയി. ഇജെന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? കള്ള നായെ, അന്റെ തള്ളിൻ തന്തി അന്നെ ഒഴിവാക്കിയതാണ് നായെ. ഇന്ന് എന്റെ വാപ്പാനെ വിളിച്ചു, നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുവോ? നിങ്ങൾ കമന്റ് ഇടാ, നിങ്ങൾ കമന്റ് ഇടി. ഏത് കണ്ടിട്ടേ ഈ മുട്ടുകാല് പറക്കൂല നായിന്റെ മോൻ തൊപ്പി അടിച്ചിട്ട് മൂന്നന്റെ പല്ല് ഞാൻ കൊയ്ക്കും നായെ.